എന്താ പാർവതി ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ആ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറുന്ന പ്രശ്നമേ ഇല്ല. വാശിയാണോ? അതെ, വാശിയാണ്. അമ്മേ വാശി പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അമ്മ അടുക്കളയിൽ കയറിയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏട്ടത്തെ എല്ലാം വച്ചുണ്ടാക്കി കഴിഞ്ഞു. അവളത് ചെയ്യുമല്ലോ, അവസരം മുതലെടുക്കുകയല്ലേ. അവസരം മുതലെടുക്കുന്നൊന്നുമല്ല, കണ്ടറിഞ്ഞ് ചെയ്യുന്നത്. നീ പാചകം ചെയ്തില്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാം പട്ടിണി കിടക്കണമെന്നാണ് പറയുന്നത്. നടക്കത്തില്ല പാർവതി. അപ്പോഴും ജോലി എനിക്ക് തരാൻ തയ്യാറല്ല അല്ലേ? ഞാൻ എന്നാ CM ജോലി തരാൻ തയ്യാറല്ല. കാരണം അതിന് നിനക്ക് അർഹതയില്ല, വിദ്യാഭ്യാസം തീരെ ഇല്ല. 10ാം ക്ലാസ്സും കുസ്തിയും പോരെ പാർവതി. ഇപ്പോ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യാൻ. അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? നിങ്ങളൊന്ന് മാറി തന്നാ മാത്രം മതി. ബാക്കി വേണ്ടത് എന്താന്ന് എനിക്കറിയാം. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും ആ ശരത്ത് അല്ലേ? എന്റെ പാർവതി, അവൻ നിന്നെ കുഴി കൊണ്ട് ചാടിക്കും. അപ്പോഴേ നീ പഠിക്കത്തുള്ളൂ. ഞാൻ നന്നാവുന്നത് കാണാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. വെറുതെ ശരത്തിനെ കുറ്റം പറയണ്ട. ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം ഞാൻ കുടിക്കില്ല. കടുത്ത തീരുമാനം എടുക്കണോ? അവസാനം നീ നാണം കെടേണ്ടി വരും. നോക്കാം ആരാ നാണം കെടാൻ പോകുന്നെന്ന്. നിങ്ങൾക്ക് വാശിയാണെങ്കിലേ എനിക്കും വാശി തന്നെയാ. ഞാനും ഇവളുടെ കൂടെയാ. ഇവളൊന്നും കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. വേണ്ട മുത്തശ്ശി വേണ്ട. മുത്തശ്ശിക്ക് ഷുഗറൊക്കെ ഉള്ളതാ. ഭക്ഷണം കഴിക്കാതിരുന്നാ അത് പ്രശ്നമാവും. ഞാൻ അതങ്ങ് സഹിച്ചു. ഓ, കൂടി വന്നാ ഞാനങ്ങ് മരിക്കും. ആ, എനിക്കും അത് തന്നെയാ ആഗ്രഹം. നിങ്ങളുടെയൊക്കെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു. വാ പാർവതി, നമുക്ക് പോവാം. അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. പട്ടിണി കിടക്കാൻ സമ്മതിക്കണ്ടായിരുന്നു അച്ഛാ. എന്ത് പട്ടിണി? വിശക്കുമ്പോഴേ തന്നെ വന്ന് കഴിച്ചോളൂ. അത് ശരിയാ. അമ്മയ്ക്കൊന്നും വിശപ്പ് തങ്ങനൊന്നും പറ്റത്തില്ലെന്നേ.